പ്രോഡക്റ്റോ സർവീസോ കാര്യം ചെയ്യാൻ നോക്കുന്നു. അതിൻ്റെ പരിണിത ഫലമായിട്ട് തീരെ ക്വാളിറ്റി ഇല്ലാത്ത ഫസ്റ്റ് പ്രോഡക്റ്റ് അവിടെ പ്രൊഡ്യൂസ് ആവുന്നു. ഫസ്റ്റ് മീനിങ് ഫുൾ ആയിട്ടുള്ള റിസൾട്ട് അവിടെ കിട്ടുന്നു. പക്ഷേ അത് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഫീഡ്ബാക്കിലൂടെ നമുക്ക് അതിൻ്റെ ക്വാളിറ്റിനെ പറ്റിയിട്ടുള്ള അവയർനെസ് കിട്ടുന്നു. നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നു, നമ്മൾ ട്രെയിൻ അവർ സെൽഫ് ചെയ്യുന്നു, നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യുന്നു. എന്തിന്? ക്വാളിറ്റി കൂട്ടാൻ വേണ്ടി. ട്രഡീഷണലായി നമ്മൾ നോക്കിയാൽ നമ്മളെ പഠന സംവിധാനം ഒരുപാട് കാലം നമ്മൾ പഠിക്കുന്നു. ആ പഠിക്കുന്നതിനൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള പേർപ്പസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ വീക്ക് ആയിട്ടുള്ള ഒരു പേർപ്പസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചാൽ 9ാം ക്ലാസ് വരെ പഠിക്കുന്നത് മാർക്കിന് വേണ്ടിയിട്ട്, 9ാം ക്ലാസ് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ് ആകുമ്പോൾ അഡ്മിഷന് വേണ്ടിയിട്ട്, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +2 ആകുമ്പോൾ വീണ്ടും അഡ്മിഷന് വേണ്ടിയിട്ട്, +2 കഴിഞ്ഞിട്ട് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ജോബിന് വേണ്ടിയിട്ട്, ജോബ് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പണത്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു മീനിങ് ഫുൾ അല്ലാത്ത ഒരു പർപ്പസ്ഫുൾ അല്ലാത്തൊരു പഠന സംവിധാനവും ഒരു സ്കിൽ ഡെവലപ്പ് മെത്തേഡും നമ്മൾ ഫോളോ ചെയ്ത് പോന്നിരുന്നത്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഫേർട്ടൊക്കെ ഇടും, പക്ഷേ അതിനൊരു ഫീഡ്ബാക്ക് കിട്ടുന്നില്ല, അതിനൊരു വാല്യബിൾ ആയിട്ടുള്ള റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റോ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റോ ജനങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ സ്കില്ലും നോളജും അക്വയർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അതുകൊണ്ട് റിസൾട്ടൊന്നുമില്ല, പുറത്തേക്കൊന്നുമില്ല, എല്ലാം ഉള്ളിലേക്ക് മാത്രം ഒരുപാട് വർഷക്കാലം. അതിൽ നിന്ന് ചിന്തിച്ചിട്ട് ആൾട്ടർനേറ്റീവ് ബെറ്റർ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നല്ലതല്ലേ? ഇത് ആൾട്ടർനേറ്റീവ് മെത്തേഡ് വേറെ ഒന്നുമില്ല. നമ്മൾ മീനിങ് ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോഡക്റ്റോ സർവീസോ കാര്യം ചെയ്യാൻ നോക്കുന്നു. അതിൻ്റെ പരിണിത ഫലമായിട്ട് തീരെ ക്വാളിറ്റി ഇല്ലാത്ത ഫസ്റ്റ് പ്രോഡക്റ്റ് അവിടെ പ്രൊഡ്യൂസ് ആവുന്നു. ഫസ്റ്റ് മീനിങ് ഫുൾ ആയിട്ടുള്ള റിസൾട്ട് അവിടെ കിട്ടുന്നു. പക്ഷേ അത് ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഫീഡ്ബാക്കിലൂടെ നമുക്ക് അതിൻ്റെ ക്വാളിറ്റിനെ പറ്റിയിട്ടുള്ള അവയർനെസ് കിട്ടുന്നു. നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നു, നമ്മൾ ട്രെയിൻ അവർ സെൽഫ് ചെയ്യുന്നു, നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യുന്നു. എന്തിന്? ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ മീനിങ് ഫുൾ ആയിട്ടുള്ള എഫർട്ട് ഒന്നുകൂടി ഇടുന്നു, ക്വാളിറ്റി കൂടുന്നു. ഈ ക്വാളിറ്റി കൂടുന്നത് റിയലൈസ് ആവുന്നു. അതിൽ നിന്നുള്ള മോട്ടിവേഷൻ എടുത്തിട്ട് വീണ്ടും നമ്മൾ സ്വയം അപ്സ്കിൽ ചെയ്യുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ നമ്മളെ സ്കില്ലും നമ്മളെ നോളജും ആ ഒരു ഫീൽഡിൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. രണ്ടിനും വെച്ചും നമ്മളെ ക്വാളിറ്റി ഇൻക്രീസ് ആവുന്നുണ്ട്, നമ്മളെ സ്കിൽ സെറ്റ് ഇൻക്രീസ് ആവുന്നുണ്ട്, നമ്മളെ നോളജ് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഓരോ ട്രയലും ഓരോരോ പ്രോഡക്റ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൺസിക്യൂട്ടീവായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അടുത്ത പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള നമ്മളെ സ്കിൽ ലെവൽ എത്തുമ്പോഴേക്കും ഒരുപാട് നല്ല ക്വാളിറ്റി കുറഞ്ഞിരുന്ന പ്രോഗ്രസീവായിട്ട് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് അവസാനം നല്ലൊരു ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് അവിടെ പ്രൊഡ്യൂസ് ആയിട്ടുണ്ടാവും, നമ്മളെ സ്കില്ലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ഇനി ആ സ്കില്ല് വീണ്ടും അപ്സ്കെയിൽ ചെയ്തിട്ട് ഈ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി.